ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ലൂക്ക 1:49. എൻ്റെ പേര് സിസ്റ്റർ സനി സിസിലി. ഞാൻ ഡോട്ടേഴ്സ് ഓഫ് ഡിവൈൻ സിൽ എന്ന ഇറ്റാലിയൻ കോൺഗ്രിഗേഷനിലെ ഒരു അംഗമാണ്. എൻ്റെ കോൺവെൻറ്റ് എറണാകുളം വെണ്ണല എന്ന സ്ഥലത്താണ്. ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് 16/9/2024 കഴിഞ്ഞ സെപ്റ്റംബർ ആകുമ്പോൾ ഒരു വർഷം ഞാൻ ഉടമ്പടിയിൽ തീരുമ്പോഴത്തേക്കും പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് വളരെയധികം അനുഗ്രഹങ്ങൾ എനിക്ക് വ്യക്തിപരമായും അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലും ധാരാളമായി നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ സാക്ഷ്യപ്പെടുത്താൻ പോകുന്ന വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിക്കാത്ത ഒരു വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്താനാണ് ഞാൻ ഈ അൾത്താരയിൽ നിൽക്കുന്നത്. എനിക്ക് എൻ്റെ അധികാരികൾ കഴിഞ്ഞ സെപ്റ്റംബർ എന്ന് പറയുമ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഒരു വർഷം തികയുന്ന ആ സമയത്ത് സെപ്റ്റംബറിൽ എൻ്റെ അധികാരികൾ എനിക്ക് അമേരിക്കയിലേക്ക് ഒരു ട്രാൻസ്ഫർ തരികയുണ്ടായി. ഞാനെൻ്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമാണിത്. അപ്പം അങ്ങനെ സെപ്റ്റംബർ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടാമത്തെ ആഴ്ച ആയപ്പോഴത്തേക്കും പേപ്പർ വർക്കുകൾ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് അമേരിക്കയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ വളരെയധികം സ്ട്രഗിൾ നേരിടുന്നൊരു സമയമാണ്. അമേരിക്കൻ ഗവൺമെൻറ് ഷട്ട് ഡൗൺ പ്രഖ്യാപിച്ചു. എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തത് മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു തടസ്സങ്ങളുടെ ഒരു മാല തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പലപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, തടസ്സങ്ങൾ തുടങ്ങുമ്പോൾ അത് ഉറപ്പാണ് പരിശുദ്ധ കൃപാസനം മാതാവ് നമ്മുടെ കൂടെ എന്ന് തന്നെയുള്ള തെളിവാണെന്ന്. അതിലെനിക്ക് ഉറച്ച വിശ്വാസമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എൻ്റെ പേപ്പർ വർക്കുകൾ അവിടെ അമേരിക്കൻ എംബസിയിൽ എൻ്റെ അധികാരികൾ സബ്മിറ്റ് ചെയ്തപ്പോഴേക്കും അതിൽ കുറച്ച് അവർ രണ്ടാമത് ഇത് പെൻഡിങ് ലിസ്റ്റിൽ വെച്ചിട്ട് ഇനിയും കുറച്ച് പേപ്പറുകൾ കൂടി അവർ ആവശ്യപ്പെട്ടു. അത് ഒരിക്കൽ പോലും നമ്മുടെ അധികാരികൾക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഡോക്യുമെൻറ്റ്സാണ് അവർ ആവശ്യപ്പെട്ടത്. പക്ഷേ ഞാൻ തുടർച്ചയായിട്ട് പരിശുദ്ധ അമ്മയിലും ഈശോയിലും ആശ്രയിച്ചുകൊണ്ട് ഇത് ദൈവഹിതമെങ്കിൽ നടത്തിത്തരണമെന്ന് പറഞ്ഞ് തുടർച്ചയായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായി എനിക്ക് ഒരിക്കൽ പോലും അവർ ചോദിക്കാത്ത രീതിയിലുള്ള ഡോക്യുമെൻ്റ് സബ്മിറ്റ് ചെയ്തില്ലെങ്കിൽ പോലും എനിക്ക് എംബസിയിൽ നിന്ന് അപ്രൂവേഷൻ ലഭിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഞാൻ പലപ്പോഴും ഡേറ്റുകൾ ഇട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം അതിലെനിക്ക് വളരെയധികം വിശ്വാസമായിരുന്നു. കാരണം ഈ അമേരിക്കൻ വിസ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഒരു നീണ്ട പ്രോസസ്സിംഗ് ആണ്. അപ്പം പല പേപ്പറുകളും സബ്മിഷൻസും അപ്രൂവേഷനും വിസയും അതെല്ലാം കിട്ടാനുണ്ട്. അപ്പം പല മെയിലുകളും എനിക്ക് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഡേറ്റുകൾ, പ്രത്യേകിച്ച് ഒക്ടോബർ 7, അതുപോലെ 11 എന്ന് പറയുന്ന ഒരു ഡേറ്റ്, അതുപോലെ 22, 24 എന്നീ ഡേറ്റുകൾ ഞാനിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ എത്രയൊക്കെ ഡേറ്റുകൾ ഇട്ടിരുന്നോ ആ എല്ലാ ഡേറ്റുകളും തന്നെ പരിശുദ്ധ അമ്മ എനിക്ക് അതിൻ്റെ മെയിലായിട്ടും അപ്രൂവേഷൻസ് ആയിട്ടും എല്ലാം എനിക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ അപ്രൂവേഷൻ ലെറ്റർ കിട്ടിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ഇൻ്റർവ്യൂ ഡേറ്റ് എടുക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പം പിന്നീട് അപ്രൂവേഷൻ കിട്ടിയതിന് ശേഷം എനിക്ക് ചെന്നൈയിൽ അമേരിക്കൻ എംബസിയിലെ കോൺസുലേറ്റിൽ ഇൻ്റർവ്യൂ ഡേറ്റ് എടുത്തു. പക്ഷേ അവിടെ നിന്ന് USA നിന്ന് എനിക്കയച്ച ആ അപ്രൂവേഷൻ ലെറ്റർ, ഇത്ര നാളും പെൻഡിങ് ആയി കിടന്ന് അപ്രൂവേഷൻ കിട്ടിയ ആ ലെറ്റർ എൻ്റെ കയ്യിൽ ഒറിജിനൽ കോപ്പി വേണമായിരുന്നു. അവിടെ നിന്ന് അവരഴക്കുന്നത് എൻ്റെ കയ്യിൽ അതിൻ്റെ ഒറിജിനൽ കോപ്പി എനിക്ക് കിട്ടണം. ആ കോപ്പിയും കൊണ്ടാണ് ഞാൻ US കോൺസുലേറ്റിൽ ചെന്നൈയിൽ പോകേണ്ടത്. പക്ഷേ 10 ദിവസം കൊണ്ട് കിട്ടേണ്ട ആ പേപ്പർ, എൻ്റെ അപ്രൂവേഷൻ ലെറ്റർ 16 ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ്റെ കയ്യിൽ കിട്ടുന്നത്. കാരണം അത് അവിടെ ക്ലൈമറ്റ് വെതർ തണുപ്പായതുകൊണ്ട് അവർ ട്രാൻസ്പോർട്ടേഷൻ പോസ്റ്റ് വേറെ വഴി പോയി അമേരിക്കയിൽ തന്നെ വേറൊരു സ്റ്റേറ്റിലേക്ക് സ്ഥലത്തേക്ക് അത് മാറിപ്പോയി. അങ്ങനെ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ ഓരോരോ തടസ്സങ്ങളായിരുന്നു. അങ്ങനെ എങ്കിൽ പോലും ഞാൻ വിശ്വസിച്ചിരുന്നു, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് ഇത് ദൈവഹിതമാണെങ്കിൽ എനിക്ക് തരും, ഇല്ലെങ്കിൽ അതെനിക്ക് വേണ്ട എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഡിസംബർ 7-ാം തീയതി മാതാവിനെ കാണാൻ വേണ്ടി രാവിലെ ഞാനും അമ്മയും അപ്പച്ചനും കൂടി രാവിലെ KSRTC ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എനിക്ക് അമേരിക്കയിൽ നിന്ന് എൻ്റെ സിസ്റ്റർ ആൻറ്റി ഫോണിൽ മെസ്സേജ് അയച്ചു, ലെറ്റർ ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്, ഇന്ത്യയിൽ ഡൽഹിയിൽ എത്തിയെന്ന് രാവിലെ തന്നെ മെസ്സേജ് വന്നു. അപ്പം എനിക്ക് ഉറപ്പായി അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന്. കാരണം ഞാൻ ഡിസംബർ 7-ാം തീയതി ഇവിടെ അമ്മേനെ കാണാൻ വരുന്ന രാവിലെയാണ് ആ മെസ്സേജ് എനിക്ക് കിട്ടിയത്. അതിനുശേഷം പരിശുദ്ധ അമ്മയോട്
ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ച് തിരിച്ചു പോയി. എന്നിട്ട് അത് എന്നിട്ടും പിന്നീട് 3 ദിവസം കഴിഞ്ഞിട്ടും അത് അവിടെ നിന്ന് അനങ്ങിയിട്ടില്ല. ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് ഡൽഹിയിൽ തന്നെയായിരുന്നു കിടക്കുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മേ ഇത് ദൈവഹിതമെങ്കിൽ അമ്മ എനിക്ക് തരിക, അല്ലെങ്കിൽ അത് വേണ്ടാന്ന്. അങ്ങനെ അതിനുശേഷം എനിക്ക് ബയോമെട്രിക് ചെക്കിങ്ങും അതുപോലെ ഇൻ്റർവ്യൂവും ചെന്നൈയിൽ തന്നെയായിരുന്നു. അപ്പോൾ ആദ്യത്തെ ബയോമെട്രിക് ചെക്കിങ്ങിന് വേണ്ടി ഞാൻ 9-ാം തീയതി ട്രെയിനിൽ പോകുന്നതുകൊണ്ട് നേരത്തെ പോയി. 11-ാം തീയതി ആയിരുന്നു. പക്ഷേ 9-ാം തീയതി ഞാൻ പോയത് കൊണ്ട് എനിക്ക് അതെൻ്റെ കയ്യിൽ കിട്ടാതെയാണ് ഞാൻ പോയത്. പക്ഷേ എങ്കിൽ പോലും അത് ബയോമെട്രിക്കിന് വേണ്ടായിരുന്നു, ഇൻ്റർവ്യൂവിന് മാത്രം മതിയായിരുന്നു. ഇൻ്റർവ്യൂ 18-ാം തീയതി ആയിരുന്നു. ഞാൻ അവിടെ 11-ാം തീയതി ചെന്നപ്പോഴത്തേക്കും എനിക്ക് മെസ്സേജ് വന്നു, 11-ാം തീയതി എൻ്റെ അപ്രൂവേഷൻ ലെറ്റർ എനിക്ക് എൻ്റെ കോൺവെൻറ്റിൽ വന്നെന്നുള്ളത്. അതിനിടയിലും കുറേ തടസ്സങ്ങൾ ഉണ്ടായപ്പോഴത്തേക്കും എൻ്റെ അമ്മയാണെങ്കിലും, അമ്മയും ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് 2019 മുതൽ, ശക്തമായി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞാനന്ന് എൻ്റെ മനസ്സിൽ മാതാവ് കാണിച്ച ഡേറ്റ് ആയിരുന്നു 11. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എന്തുകൊണ്ടാണ് ഇത്രയും തടസ്സങ്ങൾ നീണ്ടെടുത്ത് 16-17 ദിവസങ്ങൾ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് ആ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടാൻ കാരണം ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ഡേറ്റാണ് 11. ആ ഒരു ഡേറ്റ് കിട്ടാൻ വേണ്ടി തന്നെയായിരുന്നു ഇത് ഇത്രയും വളഞ്ഞ് മാറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് ഇത് 18-ാം തീയതി ആദ്യത്തെ ഡേറ്റ് കിട്ടിയത്, ഇൻ്റർവ്യൂവിന് കിട്ടിയത് ജനുവരി 6 ആയിരുന്നു. പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു, മാതാവേ ക്രിസ്മസ് ആയിട്ട് എൻ്റെ ടെൻഷൻ എടുപ്പിച്ച് എന്നെ ഇരുത്തല്ലേ, ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്കതൊന്ന് ഇത്തിരി നേരത്തെ ആക്കിത്തോ തന്നെ, അല്ലെങ്കിൽ ഞാൻ ക്രിസ്മസ് ആയിട്ട് ടെൻഷൻ അടിച്ചിരിക്കണമല്ലോ എന്ന് എപ്പോഴും മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ആ ഇൻ്റർവ്യൂ ഡേറ്റ് പിന്നീട് ഡിസംബർ 18-ാം തീയതി ആക്കി കിട്ടുകയും എൻ്റെ ഇൻ്റർവ്യൂവിന് ഞാൻ പോവുകയും ഇൻ്റർവ്യൂ വളരെയധികം സ്മൂത്തായിട്ട് പോവുകയും, കാരണം അവരെന്നോട് എനിക്ക് 2 ക്വസ്റ്റ്യൻസിന് മാത്രമേ എനിക്ക് സെൻറ്റൻസിൽ ആൻസർ പറയേണ്ടി വന്നുള്ളൂ. ബാക്കിയെല്ലാം എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പോലെ യെസ് എന്ന് പറയുന്ന ഉത്തരങ്ങൾ വരുന്ന ചോദ്യങ്ങൾ മാത്രമാണ് അവിടെ എംബസിയിലിരുന്ന മാഡം എൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത് പരിശുദ്ധ അമ്മ ഈശോയിൽ നിന്ന് എനിക്ക് നേടിത്തന്ന വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ അപ്രൂവേഷൻ ലെറ്റർ കിട്ടാതെ വന്നപ്പോൾ വേറൊരു 18-ാം തീയതി ആയിരുന്നു, അത് നവംബർ 18. ഞാൻ തലേ ദിവസം രാത്രി എന്തോ എൻ്റെ മനസ്സിലിങ്ങനെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതാണ്, അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇത് രാത്രി ഞാൻ 18-ാം തീയതി രാത്രി എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിച്ചപ്പോൾ അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ പിറ്റേ ദിവസം രാവിലെ അത്ഭുതമെന്നോണം ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവിടെ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ രാവിലെ എനിക്ക് എൻ്റെ ഫോണിൽ മെസ്സേജ് വന്നേക്കുന്നു. എൻ്റെ ആൻറ്റി എനിക്ക് വിളിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നു വാട്സപ്പിൽ, നിൻ്റെ വിസ അപ്രൂവ്ഡ് ആയിന്ന്. അപ്പം എനിക്ക് സന്തോഷം കണ്ണീരാണ് വന്നത്. കാരണം വചനത്തിൻ്റെ ശക്തി എത്രമാത്രമാണെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ എൻ്റെ വിസ അപ്രൂവ്ഡായി. ഞാൻ 18-ാം തീയതി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു, പാസ്പോർട്ട് വാങ്ങി വെച്ചാൽ മാത്രം പോരാ, അവരുടെ വാഗുകൊണ്ട് എനിക്ക് കേൾക്കണം കോൺസുലേറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അതുപോലെ മാതാവിനോട് ഞാൻ എങ്ങനെ പ്രാർത്ഥിച്ചോ അതുപോലെയാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അവരെൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ആ മാഡം, യുവർ വിസ ഈസ് അപ്രൂവ്ഡ്, വിത്തിൻ 1 വീക്ക് യു വിൽ റിസീവ് ദ പാസ്പോർട്ട്. ഇത് കേട്ടപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. അതിനുശേഷം ഞാൻ തിരിച്ചിറങ്ങി വീട്ടിൽ വന്നു. ഇപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ തന്നെ പറഞ്ഞുപോയി. ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അപ്രൂവേഷൻ കഴിഞ്ഞപ്പോൾ, മാതാവേ ക്രിസ്മസിന് സമ്മാനം എന്നോണം എനിക്ക് ഉണ്ണീശോയിൽ നിന്ന് ഇത് 24-ാം തീയതി നീ എനിക്ക് തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. കാരണം 25-ാം തീയതി ഇവിടെ പാസ്പോർട്ട് ഓഫീസോ ഒന്നും ഇല്ല താനും. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ക്രിസ്മസ് ഗിഫ്റ്റായിട്ട് എനിക്കിത് 24-ാം തീയതി തന്നാൽ മതി എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ ആ കാര്യം ഞാൻ വിട്ടുപോയി. ഞാൻ എൻ്റെ റൂമിലുള്ള മാതാവിൻ്റെ ഫ്രണ്ടിൽ ഒരു പേപ്പറിൽ എഴുതി വെച്ചതായിരുന്നു ഇത്. പിന്നീട് ഞാൻ ചിന്തിച്ചു, എന്താ എൻ്റെ വിസ വരാത്ത 22-ാം തീയതി എപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട് എന്താണാവോ വരാത്തതെന്ന്. ഞാൻ ഈ കാര്യം വിട്ടുപോയായിരുന്നു. പിന്നീട് ഞാൻ 23-ാം തീയതി അവിടെ ചെന്ന് അന്വേഷിച്ചു വരാഞ്ഞപ്പോൾ. അപ്പോൾ പാസ്പോർട്ട് ഓഫീസിൽ ചെന്നപ്പോൾ ആ ഓഫീസർ പറഞ്ഞു, സിസ്റ്ററിൻ്റെ വിസ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ആധാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അന്വേഷിക്കാൻ വേണ്ടി മാത്രം വന്നതാണ്, ഞാൻ ആധാർ കൊണ്ടുവന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയെങ്കിൽ നാളെ വരിക എന്ന്. അപ്പോൾ നാളെ എന്ന് പറയുന്നത് ഞാൻ അറിഞ്ഞു എൻ്റെ വിസ 23 വന്നെന്ന്. എൻ്റെ കയ്യിൽ എനിക്ക് വിസ മാതാവ് തന്നത് ഡിസംബർ 24-ാം തീയതി ക്രിസ്മസിന് സമ്മാനമായിട്ട്
ഉണ്ണീഷോയിൽ നിന്ന് വാങ്ങിത്തന്നാണ് എനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ഈ വിസ. ഇതിനൊന്നും യോഗ്യതയില്ല എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഈശോയും മാതാവും ഇത്രയും വലിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ തന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിൻ്റെ നാമത്തിന് എന്നും മഹത്വമുണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, അതെനിക്ക് ഭയങ്കര വണ്ടറാണ്. എനിക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അധികാരികളാണ് എനിക്ക് ടിക്കറ്റ് എടുത്തേക്കുന്നത്. എൻ്റെ ടിക്കറ്റ് ഡേറ്റ് December 31 രാവിലെ 4 മണിക്ക്. ഞാൻ വേറൊരു സിസ്റ്ററും കൂടിയുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കൂടി US പോവുകയാണ്. ഞാൻ അമേരിക്കയിൽ എത്തുന്നതും അവിടുത്തെ 31-ാം തീയതിയാണ്. കാരണം അമേരിക്കയും ഇന്ത്യയും വ്യത്യാസമുണ്ട്, രാത്രിയും പകലും. അപ്പോൾ ഇവിടുത്തെ 31-ാം തീയതി ഞാൻ പോകുന്നു. അവിടുത്തെ രാവിലത്തെ മീൻസ് ഉച്ചയ്ക്ക് 12:50 ഞാൻ 31-ാം തീയതി അമേരിക്കയിലെത്തും. ന്യൂ ഇയറിന് തൊട്ട് മുൻപായിട്ടാണ് ഞാൻ അമേരിക്കയിലെത്തുന്നത്. പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഇത്രയും വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരു പുതുവർഷം ഒരിക്കൽ പോലും സ്വപ്നം കാണാത്ത ഒരു രാജ്യത്തേക്ക് എന്നെ മിഷണറി ആയിട്ട് കൊണ്ടുപോകുന്നതിന് ദൈവനാമത്തിനും പരിശുദ്ധ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവിനും ഞാൻ 1000 നന്ദി പറയുന്നു. ഇനി ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നത് സിസ്റ്റർ ആയതുകൊണ്ട് കൂടുതലും ഞാൻ പേപ്പറുകൾ കൊടുക്കുമായിരുന്നു. ഓട്ടോ സ്റ്റാൻഡിലും അതുപോലെ കടകളിലൊക്കെ ചേട്ടന്മാർക്കൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ഓട്ടോയിൽ സ്റ്റാൻഡിൽ കൊടുക്കുമ്പോൾ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സിസ്റ്റേഴ്സും ഈ പണിയൊക്കെ തുടങ്ങിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എൻ്റെ കുടുംബത്തിന് കിട്ടിയ അനുഗ്രഹങ്ങൾ നിരവധിയാണ്, അപ്പം ചേട്ടനും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. അങ്ങനെ അവർ പേപ്പർ വാങ്ങിയിട്ടുണ്ട്. സാധാരണ എല്ലാവരും കളിയാക്കിയൊക്കെ ചെയ്യുമല്ലോ. ആദ്യമൊക്കെ ഒരു മടിയുണ്ടായെങ്കിൽ പോലും പിന്നീട് ഞാൻ അത് വാങ്ങിക്കൊടുത്തു. അതുപോലെ ചെന്നൈക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും എനിക്ക് ഭാഷ അറിയത്തില്ല, തമിഴ് ഹിന്ദി ഒന്നും പറയാൻ അറിയത്തില്ലെങ്കിൽ പോലും ഞാൻ തമിഴ് പേപ്പർ വാങ്ങിക്കൊണ്ടുപോയി അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോഴും അവിടുത്തെ 2-3 അമ്മച്ചിമാർക്കും ചേട്ടന്മാർക്കൊക്കെ തമിഴ് പേപ്പറും കൊടുത്തായിരുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്നത്, എൻ്റെ ജീവിതത്തിൽ ഞങ്ങൾ സിസ്റ്റർ ആയിരിക്കുമ്പോൾ ഞാനായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ കോൺഗ്രിഗേഷനിലെ വേറെ സിസ്റ്റേഴ്സും അവരും ഞങ്ങൾ മിഷൻ കോൺഗ്രിഗേഷനാണ്, ഇൻ്റർനാഷണൽ കോൺഗ്രിഗേഷനാണ്. ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം വേറെ മറ്റു സിസ്റ്റേഴ്സും ആണെങ്കിലും അതുപോലെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരും ഇങ്ങോട്ട് സാക്ഷ്യം വരാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്. അപ്പം ബൈബിളിലെ വചനങ്ങളെല്ലാം എത്രയോ അർത്ഥവത്താണ്. വചനം മാംസം ധരിച്ച ഈശോയുടെ തിരുനാൾ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ അത് സത്യമാണ് എന്നതാണ് ഈ ഒരു സാക്ഷ്യം ഞാനിവിടെ രേഖപ്പെടുത്തുന്നത്. പിന്നീട് അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും ഞാൻ ഇൻ്റർവ്യൂവിന് പോയപ്പോഴേക്കാണെങ്കിലും പ്രാർത്ഥിച്ച 2 വചനങ്ങളാണ്. സഫാനിയ 3:17 വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ ദൈവമായ കർത്താവ് നിൻ്റെ മധ്യേയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു വചനം പുറപ്പാട് 14:14 നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അപ്പം ഈ വചനങ്ങളെല്ലാം എനിക്ക് വളരെയധികം ആശ്വാസം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നീട് മുതൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഇനീഷ്യേറ്റീവാണ് ഈ ഒരു വർഷം തികയുന്നത് വരെ, അതായത് എന്നെ മാതാവ് കൊണ്ടുപോകുന്നത് ഒരു ന്യൂ ഇയർ വർഷത്തിലേക്കാണ്. അടുത്ത ന്യൂ ഇയർ വർഷം വരെ ഞാൻ എൻ്റെ സ്റ്റാറ്റസിൽ എല്ലാ ദിവസവും ഓരോ ബൈബിൾ വചനം ഇടുന്ന ഒരു തീരുമാനവും ഞാൻ എടുത്തിട്ടുണ്ട്. ദൈവം എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കൃപാസന മാതാവ്, പരിശുദ്ധ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് എത്രയോ കറക്റ്റായിട്ടുള്ള സമയത്താണ് എന്നെ അമ്മ കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒന്നിൽ പോലും നമ്മൾ ഒരിക്കലും ആകുലരാകുകയോ അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുകയോ വേണ്ട എന്ന് ഇതെന്നെ പഠിപ്പിച്ചു. കാരണം എപ്പോഴാണോ ദൈവം നമുക്ക് വേണ്ടി സമയം ഒരുക്കി വെച്ചിരിക്കുന്നത്, സമയത്തിൻ്റെ തികവിൽ പരിശുദ്ധ കൃപാസന മാതാവ്, സമയത്തിന് മേൽ അധികാരമുള്ള സഞ്ചാരി മാതാവ് തൻ്റെ പ്രിയപുത്രനായ ഈശോയിൽ നിന്ന് നമുക്ക് അനുഗ്രഹങ്ങൾ വാങ്ങിത്തരും എന്നതിനുള്ള വലിയ ഉറപ്പാണ് എൻ്റെ ഈ സാക്ഷ്യം. ദൈവത്തിനും എന്നും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1-ാം അധ്യായം 8-ാം തിരുവചനം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. സിസ്റ്റർ സാനിയുടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം ശ്രവിച്ചുകൊണ്ടിരുന്നത്. സമയച്ചുരുക്കത്തിൽ അധികാരമുള്ള അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ സിസ്റ്റർ സാനിയിൽ വർഷിച്ച ഒരു വലിയ അനുഗ്രഹത്തെക്കുറിച്ചായിരുന്നു സഹോദരി ഇവിടെ നമ്മോട് പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എത്ര വലിയ അകലെ നിൽക്കുന്ന കാര്യങ്ങളായാലും പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി വളരെ പെട്ടെന്ന് ഉടൻ പരിഹാരം നൽകുന്നതിനുള്ള ഒരു മാതൃകാ സാക്ഷ്യമായി നമുക്കിതിനെ മനസ്സിലാക്കാം.
നമുക്കറിയാം മലയാളികളെ പ്രേക്ഷിതരായി ദൈവം തിരഞ്ഞെടുക്കുന്നതും വിവിധ ദേശങ്ങളിലേക്ക് അയക്കുന്നതും ഈശോ നൽകിയ പരിശുദ്ധ അമ്മ നൽകിയിട്ടുള്ള ഒരു വലിയ കാര്യം ചെയ്യാൻ വേണ്ടിയാണ്. അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു വലിയ തീരുമാനം നമ്മളിലൂടെ നിറവേറാൻ വേണ്ടിയാണ് മലയാളികളായ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മെ ഒരു ദേശത്തിൻ്റെ വിവിധ കോണുകളിലേക്കായി പറഞ്ഞയക്കുന്നത്. ഇസ്രായേൽക്കാരെ 12 ഗോത്രങ്ങളായി ദൈവം തിരഞ്ഞെടുത്തപ്പോൾ, അവർക്ക് വിവിധ ദേശങ്ങൾ അനുവദിച്ചു കൊടുത്തപ്പോൾ, ലേവി ഗോത്രത്തിന് മാത്രം ഒരു ജനതയായ ലേവി ഗോത്രത്തിന് ഒരു ദേശം അവർക്ക് സ്വന്തമായി കൊടുത്തില്ല. കാരണം ഞാൻ തന്നെയാണ് നിൻ്റെ ഓഹരിയും അവകാശവും എന്ന് ദൈവം ലേവിയോട് അരുളി ചെയ്ത് നമുക്ക് ഓർത്തെടുക്കാം. സന്യാസ ജീവിതത്തിലുണ്ടാകുന്ന ഒരു വലിയ ബ്യൂട്ടി അതാണ്. നമുക്കൊന്നും തന്നെ എവിടെയും സ്വന്തമല്ല, ആരുടെയും സ്വന്തമല്ല. ദേശം മുഴുവനും ലോകം മുഴുവനും ഈശോയെ എത്തിക്കാനുള്ള വലിയ ഒരു ഉത്തരവാദിത്വമായിട്ടാണ് നാം എവിടെയായാലും ഈശോയുടെ അടുത്തേക്ക് പോകുന്നതും ഈശോയെക്കുറിച്ച് സംസാരിക്കുന്നതും. സിസ്റ്റർ സാനിക്ക് നൽകിയിട്ടുള്ള ഒരു വലിയ അനുഗ്രഹമാണ് USA ഒരു വലിയ ദേശത്തേക്ക് പോയി അവിടെയുള്ള മക്കൾക്ക് ഈശോയെ അറിയുവാനും അവിടെ ഈശോയെക്കുറിച്ച് സംസാരിക്കുവാനുള്ള ഒരു വലിയ അനുഗ്രഹവും ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹവും അഭിഷേകവും നൽകിയിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രയത്നങ്ങളെയും, എല്ലാ സമ്മർദ്ദങ്ങളെയും, എല്ലാ സാങ്കേതിക തടസ്സങ്ങളെയും പരിശുദ്ധ അമ്മയുടെ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചുകൊണ്ട് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാനായി ഈ സാക്ഷ്യത്തോട് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.